കേരള രാഷ്ട്രീയത്തെയും ഇടതുപക്ഷ മുന്നണിയെയും ഒരുപോലെ ഉറ്റുനോക്കുന്ന അത്യപൂർവമായൊരു പ്രതിസന്ധിക്കാണ് തലസ്ഥാന നഗരി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. LDFിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും കക്ഷികളായ CPMും CPIയും തമ്മിലുള്ള തർക്കം കേവലമൊരു പദവി പങ്കുവയ്ക്കലിനപ്പുറം മുന്നണിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ആശയപരമായ പോരാട്ടമായി മാറിയിരിക്കുന്നു. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി രൂപപ്പെട്ട തർക്കം പരിഹരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടതോടെ മുന്നണി ബന്ധം മുമ്പെങ്ങുമില്ലാത്ത വിധം വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. LDFിന്റെ അർത്ഥം CPM മനസ്സിലാക്കണം എന്ന ബിനോയ് വിശ്വത്തിന്റെ പരസ്യ പ്രതികരണം അത്ര ലളിതമായി തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. ഇടതുമുന്നണി എന്നാൽ CPM മാത്രമാണെന്ന തരത്തിലുള്ള വലിയേട്ടൻ മനോഭാവത്തോടുള്ള CPIയുടെ ശക്തമായ അമർഷമാണ് ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. മുന്നണിയിലെ ജനാധിപത്യവും തുല്യതയും നഷ്ടപ്പെടുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്ന സാഹചര്യത്തിൽ CPMന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് ഇനി അന്ധമായി കൈയടിക്കാൻ തങ്ങളെ കിട്ടില്ലെന്ന കൃത്യമായ രാഷ്ട്രീയ സന്ദേശമാണ് ബിനോയ് വിശ്വം നൽകുന്നത്. ചർച്ച പരാജയപ്പെട്ടതോടെ നിയമസഭയിൽ CPI പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനുള്ള സാധ്യത പോലും പാർട്ടി തലപ്പത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ രാഷ്ട്രീയ നാടകത്തിന് പിന്നിൽ കൃത്യമായൊരു വ്യക്തിഗത ലക്ഷ്യവും കരുതലോടെയുള്ള നീക്കങ്ങളുമുണ്ട്. CPMലെ പ്രമുഖ നേതാവായ KN ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവാക്കാതിരിക്കാൻ CPI വളരെ ആസൂത്രിതമായാണ് കരുക്കൾ നീക്കുന്നത്. ബാലഗോപാൽ ഈ പദവിയിലേക്ക് വരുന്നത് തടയുക വഴി CPMനുള്ളിലെ ചില അധികാര സമവാക്യങ്ങളെ കൂടി സ്വാധീനിക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നുണ്ട്. K രാജനെ ഉപനേതാവാക്കണമെന്ന CPIയുടെ വാശിക്ക് പിന്നിൽ പാർട്ടിയുടെ മാന്യത ഉയർത്തിപ്പിടിക്കുക എന്നതിനൊപ്പം CPMന്റെ ചില നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്ന തന്ത്രം കൂടിയുണ്ട്. ഏറ്റവും രസകരമായ വസ്തുത ഈ വിഷയത്തിൽ CPMനുള്ളിൽ നിന്നു തന്നെ ബിനോയ് വിശ്വത്തിന് രഹസ്യ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന സൂചനകളാണ്. CPMലെ ഒരു വിഭാഗം നേതാക്കൾക്ക് ബാലഗോപാലിന്റെ അമിതമായ വളർച്ചയിലോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ ശൈലിയിലോ വിയോജിപ്പുണ്ട്. പരസ്യമായി പ്രതികരിക്കാൻ കഴിയാത്ത ഈ വിഭാഗം ബിനോയ് വിശ്വത്തിന്റെ കടുത്ത നിലപാടുകളെ തങ്ങളുടെയും ആവശ്യമായി കണ്ട് നിശബ്ദ പിന്തുണ നൽകുന്നുണ്ടെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. ഇത് CPM നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധിക്കുന്നു. CPM ഉയർത്തുന്ന വാദങ്ങൾ ചരിത്രപരമായ കീഴ്വഴക്കങ്ങളെ മാത്രം ആശ്രയിച്ചുള്ളതാണ്. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവായിരുന്ന ചരിത്രമാണ് MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നുള്ളതെന്നും കക്ഷികളുടെ എണ്ണത്തിലും സ്വാധീനത്തിലും വന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വലിയേട്ടൻ തയ്യാറാകണമെന്നാണ് CPIയുടെ മറുവാദം. ചരിത്രം എപ്പോഴും CPMന് അനുകൂലമായി മാത്രം വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്ന് CPI അടിവരയിടുന്നുണ്ട്. ഈ തർക്കം നീണ്ടുപോയാൽ നിയമസഭയ്ക്കുള്ളിൽ ഇടതുമുന്നണി രണ്ടു തട്ടിലാകുന്ന കാഴ്ചയാകും കേരളം കാണുക. CPI പ്രത്യേക ബ്ലോക്കായി മാറാൻ തീരുമാനിച്ചാൽ അത് LDFന്റെ അടിത്തറയെ തന്നെ ഉലയ്ക്കും. ബിനോയ് വിശ്വം എന്ന നേതാവിന്റെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടം കൂടിയാണിത്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെ പാർട്ടിയുടെ അന്തസ്സും അസ്തിത്വവും വീണ്ടെടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. CPMന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പദവി ഉപേക്ഷിച്ചാൽ അത് CPIയുടെ രാഷ്ട്രീയ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരടി പോലും പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് ബിനോയ് വിശ്വം.